പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൺ LA050 എന്ന പ്രിൻ്ററിൻ്റെ വയർലെസ് സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ നാവി സെറ്റപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അവിടെ ഈ ഫസ്റ്റ് കാണുന്ന സൈറ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ പ്രിൻ്ററിൻ്റെ മോഡൽ ഏതാണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ LA050 എന്ന് ടൈപ്പ് ചെയ്യുന്ന കൂടെ തന്നെ താഴെ അത് ലിസ്റ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ലിസ്റ്റിൽ നമ്മൾ കാണുന്ന പ്രിൻ്റർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് സെർച്ച് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. കറക്റ്റ് നമ്മൾ ആ പ്രിൻ്ററിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെ കാണാൻ സാധിക്കും സെറ്റപ്പ് എന്നൊരു ഓപ്ഷന്. ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നിങ്ങൾക്ക് വിൻഡോസ് ആണോ മാക്കിൻ്റെ വെർഷൻ ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ കാണുന്ന ഈ സെറ്റപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ താഴോട്ട് 2 പേജ് താഴോട്ട് പോകുന്ന മൂന്നാമത്തെ പേജ് കാണാൻ സാധിക്കും. ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതേപോലെ എപ്സൻ്റെ ഇൻസ്റ്റാളർ ഓപ്പണായി വരുന്നതാണ്. ചെറിയൊരു അപ്ഡേറ്റിങ്ങിന് ശേഷം നെക്സ്റ്റ് പേജ് ഓപ്പണായി വരുന്നതാണ്. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ചെയ്യുന്ന കമ്പ്യൂട്ടറും നിങ്ങൾ സെയിം വൈഫൈ റൗട്ടർ തന്നെ കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് അക്സെപ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അൺടിക്ക് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യാനും കുറച്ച് ഫയൽ ഉണ്ടാവും. ആ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രിൻ്റർ ഏത് വൈഫൈ റൗട്ടറിലേക്കാണോ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ സെയിം വൈഫൈ റൗട്ടറിൽ തന്നെ നിങ്ങൾ ഈ കമ്പ്യൂട്ടറുകളും വരണം. നമ്മൾ ഇപ്പോൾ സെറ്റപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടറും സെയിം വൈഫൈ റൗട്ടറിൽ തന്നെ കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അതേപോലെ 5G ബാൻഡ് വിഡ്ത്തുകൾ പ്രിൻ്ററിലും CCTVകളിലൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ 5G കണക്റ്റഡ് ആണെങ്കിൽ അത് മാറ്റി 5G ഇല്ലാത്ത സെയിം ബാൻഡ് വിഡ്ത്തുള്ള വൈഫൈ റൗട്ടറിലേക്ക് തന്നെ കണക്ട് ചെയ്യണം. ഈ ഒരു പോർഷനിൽ എത്തി കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഒന്ന് സെർച്ച് ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റൗട്ടർ വയർലെസ് സെറ്റപ്പ് ആയതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് കാണുന്ന കണക്ട് വൈ വയർലെസ് നെറ്റ്വർക്ക്, അതായത് വൈഫൈ ത്രൂ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾ പ്രിൻ്ററിൻ്റെ IP അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ IP ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ജസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് ഒന്നുകൂടി ആ മെസ്സേജ് വരുന്നതാണ്. ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കണക്ട് വൈ വയർലെസ് നെറ്റ്വർക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തതാണ്. നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് വരണം. യെസ് വന്നിട്ടുണ്ട്. ഞാനവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. അതിനുശേഷം ഇവിടെ കുറച്ച് ട്യൂട്ടോറിയൽ, അതായത് നമുക്ക് ചെറിയൊരു ഇത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യാനാണുള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ ചെയ്യാൻ അവർ ഇതിൽ പറയുന്നത് നമ്മളെ പ്രിൻ്ററിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ബട്ടണിൽ വൈഫൈ എന്നുള്ളൊരു സ്വിച്ച് ഉണ്ട്. അതൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാനാണ്. അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇൻഡിക്കേഷൻസ് ഓൺ ആവുന്നതാണ്. ആ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതേപോലെ മാറി മാറി ഓൺ ആയിക്കൊണ്ടിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കൈ എടുക്കുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഒരു പ്രിൻ്റർ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത്. ജസ്റ്റ് കുറച്ച് നേരം ഒരു സെർച്ചിങ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഓപ്ഷൻ ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ IP അഡ്രസ് ഓട്ടോമാറ്റിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ചെറിയൊരു ലോഡിങ്ങിന് ശേഷം ഇവിടെ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ കമ്പ്യൂട്ടർ മസ്റ്റായിട്ട് നിങ്ങൾ സെയിം വൈഫൈ റൗട്ടർ തന്നെ കണക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് സോഫ്റ്റ്വെയർ കൂടെ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ആവശ്യമുള്ളത് ഏതാണോ സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ടെസ്റ്റ് പേജ് പ്രിൻറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൗൺലോഡിങ് സോഫ്റ്റ്വെയർ ഒന്നുകൂടി ഇതേപോലെ ഫേംവെയർ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ചോദിക്കുന്നതാണ്. അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അതേപോലെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഏകദേശം സ്കിപ്പ് ചെയ്തോളൂ, ആവശ്യമില്ലാത്തതാണ്. ഇവിടെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതോട് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.